എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നേക്കണത്. ഈ ഏത്തപ്പഴം എങ്ങനെ പുഴുങ്ങാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കാരണം ഞാൻ കുട്ടികൾക്ക് ഏത്തപ്പഴം വൈകുന്നേരത്തേക്ക് പുഴുങ്ങാനായിട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അത് തെറ്റായ ഒരു രീതി തന്നെയാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഏത്തപ്പഴം എന്ന് പറയണത്. ഇത്രയും ഗുണങ്ങളുള്ളൊരു സാധനമല്ലേ ഏത്തപ്പഴം. ഇപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെ വെള്ളത്തിൽ പുഴുങ്ങാതിരിക്കുക. പിള്ളേർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് വേണം ഒന്ന് ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കൊടുക്കാനായിട്ട്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ, അറിയുന്നവർ കാണണമെന്നില്ല. അപ്പോൾ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് പുഴുങ്ങണത്. അപ്പോൾ ഞാൻ എപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയാലും ഞാൻ ഓർക്കും ഒരു വീഡിയോ ഇടണം എന്ന്. കാണുന്നവർക്ക് ചിലപ്പോൾ സിമ്പിളായിരിക്കാം, പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെറുതെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയൊന്നും കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക്. എങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുന്നതെന്നുള്ള രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഇഡ്ഡലി പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഇഡ്ഡലിയുടെ ആ പാത്രമില്ല, ഊട്ട പാത്രം, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആവിയേറ്റി എടുക്കാം. ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കണ പോലെ രണ്ടാക്കിയിട്ടാണെങ്കിലും വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏത്തപ്പഴം പാകത്തിന് വെന്തിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ആ തൊലിയിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. കണ്ടോ, ആ തൊലിയോടൊപ്പം നിന്നിട്ട് വേണം ഇങ്ങനെ വെന്ത് വരാനായിട്ട്. ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്കും പ്രത്യേക ടേസ്റ്റാണ്. വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോഴും അത് വേറൊരു ടേസ്റ്റാണ്, വെള്ളം കയറി പോലത്തെ ടേസ്റ്റ് ആവും. അത് ഇത് നാച്ചുറൽ ടേസ്റ്റാണ്, ഏത്തപ്പഴത്തിന് നാച്ചുറൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ പുഴുങ്ങി കൊടുക്കണം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണു. കാര്യം ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മാത്രം എന്താ പറയാൻ എന്ന് ആരും വിചാരിക്കേണ്ട. അറിയാത്ത ഒത്തിരി പേരുണ്ടാവും. അങ്ങനെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ആവി കയറ്റിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഓക്കെ, ബായ്.